വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. രാജ്യത്തെ സെൻസസ് നടപടികൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതിക്ക് ഹർജി നൽകണമെന്ന് സംയുക്തമായി ഇന്ത്യ മുന്നണി തീരുമാനിക്കുകയാണ്. അതായത് രാജ്യത്തെ സെൻസസ് നടപടികൾ പരിപൂർണമായും SIR നടപടികൾക്ക് തത്തുല്യമായി തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് BJPയുടെ കേന്ദ്ര സർക്കാർ ചെയ്തു വരുന്നത്. BJPയുടെ പ്രത്യക്ഷത്തിലുള്ള അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ രാജ്യത്തെ പൗരത്വ അവകാശത്തിൽ നിന്നും ഘട്ടഘട്ടമായി റദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അവർക്ക് വോട്ടവകാശം റദ്ദാക്കുക, അവരെ രണ്ടാം തരക്കാരായി ചിത്രീകരിക്കുക, അതിനുവേണ്ടിയുള്ള ഹിഡൻ അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ BJPക്ക് വല്ലാത്ത ഒരു താല്പര്യമാണ്. അതിനെ ചൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ ഭരണ സംവിധാനം മുഴുവൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അംബേദ്കറുടെ തത്വങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നേതൃത്വം നീങ്ങുമ്പോൾ അതിനെ തട്ടിക്കൂട്ട് മുന്നണി എന്നും പറഞ്ഞ് കളിയാക്കാൻ ഒരുപാട് പേര് കാണും. എന്നാൽ കളിയാക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നാളെ അവർക്കും 8ന്റെ പണി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവർ തന്നെ അതിനുള്ള കുഴി തോണ്ടുകയാണ്. BJP നേതൃത്വം കളിയാക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമെന്തെന്നാൽ BJP കുറച്ചധികം അജണ്ടകൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വേണ്ടിയും ഒരു രീതിയിലും പേയ്മെന്റ് പോലും നടത്താതെ കുറേയധികം കോമാളികളെ അവരുടെ ഏജന്റ് പോലെ വെച്ചിരിക്കുകയാണ്. അവർ BJPക്ക് വേണ്ടി വാർ റൂമിൽ പണിയെടുക്കും. അതായത് BJP നേതൃത്വത്തിന്റെ യാതൊരു രീതിയിലുള്ള ഒരു വിധത്തിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്നും പാരിതോഷികമോ പങ്കുപറ്റാതെ മോദി വേഴ്സായും അതുപോലെ BJP നേതൃത്വത്തിനെ അംഗീകരിക്കുകയും അവർ കാലാകാലങ്ങളോളം ഈ രാജ്യം കട്ടുമുടിക്കണമെന്ന് തീർച്ചപ്പെടുത്തുന്നവരാണ് എന്ന് തിരിച്ചറിയുക. എന്നാൽ ഗോദി മീഡിയകൾക്ക് കൃത്യമായ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അർണാം ഗോസ്വാമിയാകട്ടെ മറ്റ് നേതാക്കളാകട്ടെ അവരൊക്കെ നാളെ രാഷ്ട്രീയത്തിൽ പിച്ചവെച്ചിറങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അവരെല്ലാം തങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം നടന്നാൽ അതിന് എല്ലാ രീതിയിലും BJP നേതൃത്വം ഉപകാരസ്മരണയോടുകൂടി അവരെ സ്മരിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പല രീതിയിലുള്ള പല സോഴ്സുകളിലൂടെ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ BJP നേതൃത്വത്തിന് വേണ്ടി ഘോരാഘോരം വാദിക്കുന്നത്. സുപ്രീം കോടതി അവർ ചോദ്യം ചെയ്യുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം. ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വരെ കൃത്യമായിട്ടുള്ള പ്രൊപ്പഗണ്ട ചേർത്താണ് കൊടുക്കുന്നത്. ഇത് BJPയുടെ ഹിഡൻ അജണ്ട തന്നെയാണ്. BJPയുടെ ഡിവൈഡ് ആൻഡ് റൂൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എന്നത് ഇവിടെ ഒരു രീതിയിലും ചിലവാകാൻ പോകുന്നില്ല.